എപ്പോഴും ഒരേപോലെ ദോശ ഉണ്ടാക്കി നിങ്ങൾക്ക് മടുത്തെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഈ മസാല ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വേറെ ലെവലാണ് കേട്ടോ ഇതിൻ്റെ മസാല. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് കേട്ടോ. അധികം പണിയൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു മസാലയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ വീഡിയോ കാണുന്ന പലരും നമ്മളെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണയിൽ. എന്നിട്ട് കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ. ഉഴുന്നിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് അത് ഇതേപോലെ ചതച്ചെടുത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കി ഇതൊന്ന് വഴണ്ട് വരണം. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് അടുത്തത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, 2 ഉണക്കമുളക്. പിന്നെ ഒരു സവാള, വലിയൊരു സവാള, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലോട്ട് അടുത്തത് നമ്മൾ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 3 ഉരുളക്കിഴങ്ങ് നമുക്ക് എടുക്കാം. അത് നല്ലപോലെ വേവിച്ചെടുത്താണ്. അത് ഇതേപോലെ ഉടച്ചെടുക്കണം നമ്മൾ. ഇതിൻ്റെ മെയിൻ പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യണമെല്ലാം കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒക്കെ കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത് എത്രത്തോളം ഉടയണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനം. നല്ലപോലെ മിക്സായി എല്ലാം കൂടി. ഇപ്പോൾ നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിട്ടോ. നല്ല തിക്കായിട്ടുള്ള അടിപൊളി മസാല, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശ ഉണ്ടാക്കി ദോശ മുകളിലോട്ട് ഈ മസാല ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന പലരും നമ്മളെ ഇതുവരെ ഫോളോ ചെയ്തില്ല കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മളിന്ന് ഫോളോ ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോനൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ദോശയുടെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതേ ദോശ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കാം. മസാല കുറച്ചധികം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ദോശ നല്ലപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു ലെവലിൽ മടക്കി കൊടുക്കാം. നമുക്കിത് ഇനി മാറ്റാം. നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി അടുത്ത് നമ്മളിതിലോട്ടൊരു വൈറ്റ് ചട്നിയും പിന്നെ ഇതിൻ്റെ ഒരു ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ പൊടിയുടെ റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ മസാല ഇങ്ങനെ എടുത്ത് ആ ചട്നിയിലും പിന്നെ ആ പൊടിയിലും നോക്കി കഴിച്ചാണ്ടല്ല വേറെ ലെവലാണ് കേട്ടോ. ഒരു അന്യായ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരാം.